നിങ്ങളുടെ ശക്തി ചെറുതാണെങ്കിൽ കനത്ത ഭാരം വഹിക്കരുത്. നിങ്ങളുടെ വാക്കുകൾ വില പോകില്ലെങ്കിൽ ഉപദേശം നൽകരുത്. സൂക്ഷിച്ചു വയ്ക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയില്ല. പരിഗണനയാണ് ഏതൊരു ബന്ധത്തെയും തീവ്രമാക്കുന്നത്. അവഗണനയാണ് എത്ര നല്ല ബന്ധത്തെയും ഇല്ലാതാക്കുന്നത്. പരിഗണനയില്ലാത്ത സ്നേഹം വെറുമൊരു പാഴ്വാക്കാണ്. നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന അനാവശ്യ വിമർശനങ്ങൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല. ഏതൊരു കാര്യത്തിനും പ്രതീക്ഷ വെച്ചു പുലർത്താം, പക്ഷേ അമിത പ്രതീക്ഷ വെച്ചു പുലർത്തരുത്. കാരണം ആഗ്രഹിച്ച കാര്യം അതേപോലെ നടന്നില്ലെങ്കിൽ നിങ്ങളുടെ നിരാശ വളരെ ആഴമേറിയതായിരിക്കും. എല്ലാവരിൽ നിന്നും കുറച്ചകലം പാലിക്കുന്നത് നല്ലതാണ്. അത് പക്ഷേ ആരെയും വേദനിപ്പിക്കാനല്ല, നിങ്ങൾ സ്വയം വേദനിക്കാതിരിക്കാൻ. ഏതൊരു കാര്യവും കഴിയില്ല എന്ന് വിധി എഴുതും മുൻപ് കഴിയുമോ എന്ന് ഒരു ശ്രമം നടത്തി നോക്കുക. വീഴ്ചകൾ പറ്റുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒരിക്കലും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാതിരിക്കുന്നത് വലിയ തെറ്റാണ്. ആരും കാണാതെ നിങ്ങൾ കരഞ്ഞതിനുള്ള മറുപടി എല്ലാവരും കാണെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകും. ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. അത് അഭിമാനം പണയം വയ്ക്കുന്നതിന് തുല്യമാണ്. ഇഷ്ടക്കേടും പൊരുത്തക്കേടും ഉള്ളവരുമായി സഹകരിക്കരുത്. കാരണം അത് വേദനയെ സമ്മാനിക്കുന്നു. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കരുത്. കാരണം അവിടെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വിലയുണ്ടാകില്ല. നിങ്ങളെ 2 തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു വ്യക്തിയെ വിശ്വസിക്കാതിരിക്കുക. ഒന്നാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു, 2ാം തവണ ഒരു പാഠവും. ആരുടെയും സ്നേഹത്തിന് അടിമപ്പെട്ടു പോകരുത്. കാരണം അവരുടെ പെരുമാറ്റത്തിലെ ചെറിയ വ്യത്യാസം പോലും നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കും. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക. ഒറ്റയ്ക്കായാലും നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ ഇനിയൊരിക്കലും തിരികെ ക്ഷണിക്കരുത്. മധുരമുള്ള വാക്കുകളെ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ഇന്നത്തെ മനുഷ്യരുടെ ചുണ്ടിൽ മധുരവും ഹൃദയത്തിൽ വിഷവുമാണ്. ഇരുട്ടിലാണ് വെളിച്ചം വേണ്ടത്. ഒറ്റയ്ക്കാവുമ്പോഴാണ് കൂട്ടുവേണ്ടത്. സ്നേഹം ആഗ്രഹിക്കുമ്പോഴാണ് അത് കിട്ടേണ്ടത്. ആവശ്യം കഴിഞ്ഞ് കിട്ടുന്നതെന്തും വിലയില്ലാത്തതാണ്. Please like, share and subscribe my channel. Thanks for watching.